ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് ഒരുപാട് ചിരിച്ച ഒരു അടിപൊളി കോമഡി ഫാമിലി മൂവിയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. എന്തായാലും സിനിമയിലോട്ട് വരുവാണെങ്കിൽ ഒരു നൈസ് മൂവിയാണ്. ഒരുപാട് ചിരിക്കാനുള്ള നല്ല നല്ല അടിപൊളി സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു മരണ വീട്ടിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സും അവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഞാൻ റീസെന്റ് ഒരു തമിഴ് മൂവി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പെരുസ് എന്ന് പറഞ്ഞിട്ട്. അതും ഇതേ ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന കുറേ ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. അതൊരു പക്ക ഡാർക്ക് കോമഡി മൂവിയായിരുന്നു. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ അങ്ങനത്തെ ഡബിൾ മീനിങ്സും ഡാർക്ക് കോമഡിയും അങ്ങനത്തെ ഒരു ജോണറിൽ പ്രസന്റ് ചെയ്ത മൂവിയാണ്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അതേ കോൺസെപ്റ്റ് ആണെങ്കിലും കോമഡീസും കാര്യങ്ങളൊക്കെ വളരെ നൈസ് ആയിട്ടുള്ള, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ, അങ്ങനെ ഡബിൾ മീനിങ്സോ അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ നൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ തന്നെയാണ്. ഓരോ സീക്വൻസും അതിന്റെ ഹ്യൂമേഴ്സും അതിന്റെ എക്സിക്യൂഷനും ഒക്കെ നൈസ് ആയിരുന്നു. ഒരു അതിഗംഭീരമായിട്ടുള്ള വളരെ കിടിലം ഭയങ്കര ഒരു ഫൺ റൈഡ്, ചിരിച്ചും അറിയാം അങ്ങനത്തെ മൂവി ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ചിരിക്കാൻ ഒരുപാടുണ്ട്, ഓർത്തോർത്ത് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് കോമഡീസ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഉണ്ട്. എല്ലാം ഒരു എന്താ പറയുക, ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു കോമഡി മൂവി തന്നെയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ മെയിൻ ആയിട്ട് വന്നു പോകുന്ന കുറെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ജോമൻ, സിജു സണ്ണി, അനശ്വര ഉണ്ട്, അസീസിക്ക ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് പേര് പെർഫോമൻസിലാണ് ഈ സിനിമ മുന്നോട്ട് തന്നെ പോയിരിക്കുന്നത്. സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഒരു മരണ വീട്ടിൽ ഒരു ദിവസം നടക്കുന്ന ഒരു ഇവന്റ്. പക്ഷെ ആ ഒരു മൂവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പെർഫോമൻസും അവരുടെ സിറ്റുവേഷൻ ഹ്യൂമേഴ്സും ഒക്കെ തന്നെയാണ്. എല്ലാ കോമഡീസും നല്ല രീതിയിൽ ഇങ്ങനെ വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ചീറ്റിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ആവാത്ത കോമഡീസ് ഒന്നുമില്ല. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു പ്രീ ക്ലൈമാക്സ് വരെ ഫുൾ ഫൺ റൈഡാണ് സിനിമ. അത് കഴിഞ്ഞിട്ടൊന്നും ചെറുതായിട്ട് സീരിയസ് സിറ്റുവേഷൻ ആവുന്നുണ്ട്. നമ്മളെ വാഴ മൂവിയില്ല, അതൊരു ടെംപ്ലേറ്റ് ആണ് സിനിമയ്ക്ക്. ആ ഒരു വാഴയിലും അതുപോലെ ആയിരുന്നു. പ്രീ ക്ലൈമാക്സ് വരെ ഫുൾ കോമഡി വൈബൊക്കെ പോയിട്ട് ആ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷൻ ഭയങ്കര സീരിയസ് ആവുന്നുണ്ട്. ആ ഒരു ടീം തന്നെയാണ് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്ന. റൈറ്ററും ഡയറക്ടറും വിപിനാണ്, പ്രൊഡ്യൂസേഴ്സ് വിപിൻ ദാസ് ആണ്. സോ ആ ഒരു ടീമിന്റെ അതേ ഒരു ടെംപ്ലേറ്റ് ഉള്ള ഒരു മൂവി, പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിന്റെ വളരെ നൈസ് ആയിട്ട് തന്നെ സിനിമ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അധികം ബോറടിപ്പിക്കുക അങ്ങനെ ബോറടിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ നല്ലത് ഇങ്ങനെ എൻജോയ് ചെയ്തു. എല്ലാ കോമഡീസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ ആൾക്കാരെ സ്പെഷ്യലി എടുത്ത് പറയാം, അങ്ങനെയാണ് ഓരോ ആൾക്കാരും പെർഫോം ചെയ്തിരിക്കുന്നത്. ജോമോൻ റീസെന്റ് കുറെ മൂവീസിൽ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ചെറിയ കോമഡി ആയിരിക്കും, പുള്ളിക്കാരൻ വലിയ രീതിക്ക് കിടന്ന അവിടെ ഓവറാക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഈ ഒരു മൂവിയിൽ പുള്ളിക്കാരൻ അങ്ങനെയല്ല. പുള്ളിക്കാരൻ പെർഫോമൻസ് ഒക്കെ വിത്തിൻ ലിമിറ്റിനായിട്ട് നല്ല രീതിക്ക് വർക്കാവുന്ന, ഭയങ്കര ഓവറായിട്ടൊന്നും എവിടെയും പോയിട്ടില്ല. ആ ഒരു ക്യാരക്ടർ എന്താണോ, അതിന്റെ ലിമിറ്റ് എന്താണോ അതിനനുസരിച്ചാണ് അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട അനശ്വരയാണ്. അനശ്വരയുടെ ലാസ്റ്റ് വന്ന 2 മൂവീസും എനിക്ക് പുള്ളിക്കാരുടെ പെർഫോമൻസ് അങ്ങനെ അധികം വർക്കായില്ല. ഭയങ്കര ഓവറായിട്ട് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞായിരുന്നു. പൈങ്കിളിയിലും അതിനു മുമ്പ് വേറെ ഏതൊരു മൂവിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പുള്ളിക്കാരി നൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം ഓവറാക്കാതെ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണോ, ആ ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന ഒരു മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും നൈസ് ആയിരുന്നു. ആൻഡ് മല്ലിക ചേച്ചി അടിപൊളിയായിരുന്നു. ഒരു സ്ക്രീൻ ടൈം കുറവാണെങ്കിലും ആ വിത്തിൻ ദ ടൈമിൻ്റെ അത് നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ക്യാരക്ടറും പുള്ളിക്കാരെ ചെയ്തിട്ടുണ്ട്. വന്നു എല്ലാവരും നൈസ് ആയിരുന്നു. ആൻഡ് അസീസിക്ക വാസ് ലൈക്ക് നൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ അവസാനമൊക്കെ ഒരു സീരിയസ് സിറ്റുവേഷൻ ഒക്കെ പോകുന്നുണ്ട്. ബൈജു ഏട്ടൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മൂപ്പര് അടിപൊളിയായിരുന്നു സിനിമയിൽ. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല ഹ്യൂമേഴ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി കോമഡി മൂവിയാണ്. അല്ലാതെ ഈ ഒരു ചിരിക്കാൻ വേണ്ടി കുറെ കോമഡീസിന് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നതല്ല. ആ സിറ്റുവേഷൻ എന്താണോ, ആ സീക്വൻസ് എന്താണോ, അവിടെ എങ്ങനത്തെ കോമഡീസ് ഒക്കെ വർക്ക് ആവും, എങ്ങനത്തെ ഹ്യൂമേഴ്സ് ആണ് ആൾക്കാർക്ക് വേണ്ടത്, ആ ഒരു മൂഡ് ജോണർ എന്താണോ, ആ ഒരു കോമഡി ഡ്രാമ എന്ന ജോണറിൽ വളരെ നൈസ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവി ചിലപ്പോൾ OTT വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല എല്ലാവർക്കും വർക്ക് ആവുന്നത്. കാരണം ഇത് വെൽ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഫുൾ ഓഡിയൻസിലൂടെ ഇരുന്ന് കാണുമ്പോൾ എല്ലാ കോമഡീസ് വളരെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. പക്ഷേ ഇത് OTT വന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ മിക്ക ഹ്യൂമേഴ്സ് വർക്ക് ആവുന്നത്. സോ എന്തായാലും പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.